ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടായി. ഇതിന്റെ കുഴപ്പമായിരുന്നു എന്തോ എനിക്ക്. ചേച്ചി എന്തായി പ്രശ്നം കഴിഞ്ഞ? എനിക്ക് ആരോടും ഒരു പ്രശ്നമൊന്നുമില്ല. ഓ ഇങ്ങനെ എന്തോ സംസാരിച്ച? സംസാരിച്ചൊന്നുമില്ല. അല്ല ചേച്ചി, അളിയന്റെ കൂട്ടുകാരന് കിട്ടിയ ലെറ്ററാണ്. അതെനിക്ക് മനസ്സിലായടാ. പക്ഷേ പെട്ടെന്ന് അങ്ങനെ തോറ്റു കൊടുക്കാൻ ഒരു മടി. ആരാ? വേറെ ആരും എന്റെ കെട്ടിയവൻ വോയിസ് നോട്ടൊക്കെ അയക്കുന്നുണ്ട്. ഒന്ന് പുറത്തേക്ക് വന്ന് എനിക്കൊന്ന് സംസാരിക്കണം. കാണാൻ കോംപ്രമൈസ് ചെയ്യാൻ വിളിക്കണതാ. ഇനി നോക്കിക്കോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ കാല് പിടിച്ച് കരയും. അപ്പൊ ഞാൻ പ്രശ്നം സോൾവ് ആക്കും. അളിയന്റെ വിധി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാനുള്ളത്? ലച്ചു, ഞാൻ ഒരുപാട് ആലോചിച്ചു. രണ്ട് മനസ്സുകളെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ബെറ്റർ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം നല്ലത്. മനസ്സിലായില്ല. ഞാൻ എന്തായാലും തീരുമാനം എടുത്തു. ലച്ചുവിനെ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്ത് തീരുമാനം എടുത്തോന്ന്? ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തവസാനിപ്പിക്കാൻ? നമുക്കേ പിരിയോ. ചുമ്മാ വായിട്ടൊന്നും ആവശ്യത്തൊന്നും പറയരുതട്ടാ. ഞാൻ ചുമ്മാ തമാശ കളിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞല്ലേ. എന്റെ പൊന്നു സെറ്റ്, എനിക്ക് മനസ്സിലായി ആ കത്തൊന്നും നിനക്ക് വന്നതല്ലെന്ന്. അത് ശരി, അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലേ? ലച്ചു, എന്താണ് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമൊന്നുമില്ല. തമാശ കളിക്കല്ലേ സ്വന്തോ. ലച്ചു, എനിക്ക് ഇനി ഇതിക്കുള്ളൊന്നും സംസാരിക്കുകയില്ല. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ മര്യാദയ്ക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് പറയാനുള്ളതേ ഞാൻ എഴുതി ഒരു ലെറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചാൽ മതി. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള എല്ലാം ഉണ്ട്. വായിച്ചോ. പ്രിയപ്പെട്ട എന്റെ ലച്ചൂസ്, ഒരു പ്രേമലേഖനം എഴുതുന്നതിൽ എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. എന്നാലും എന്റെ ലച്ചൂസിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ലച്ചൂസിനെ ഓർമ്മിച്ചുകൊണ്ട് ഇത് എഴുതുമ്പോൾ എന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരിക്കലും പേരു തീരാതെ നിൽക്കുന്നത് നമുക്കിടയിലെ പ്രണയമാണ്. നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോകുന്ന അത്രയും ദൂരം ഒരുമിച്ച് തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എങ്ങനെ പ്രണയിക്കണമെന്ന് ചിലരെങ്കിലും ചിലരെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ ലച്ചൂസിനെ പ്രണയിക്കാൻ പഠിച്ചത് നിന്നിൽ നിന്ന് തന്നെയാണ്. നിന്നിലേക്ക് നോക്കുമ്പോൾ, നിന്നെ ഓർമ്മിക്കുമ്പോൾ ഞാൻ പ്രണയം കാണും, അനുഭവിക്കുന്നു. അത്രത്തോളം ഞാൻ തിരിച്ചു തരാൻ ശ്രമിക്കുന്നു. ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹപൂർവ്വം, സിദ്ധു. അല്ല, ലച്ചുവിന്റെ സിദ്ധു. കനവായി പെയ്തിടും കനവായി തോർ